കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തത്തിന് 1 വർഷം തികയുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ ഓർമ്മകൾ എക്കാലവും നമ്മുടെ നോവായി തുടരും. ഏതൊരു വിഷമസന്ധിയെയും ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകങ്ങളിലൊന്നാണ് ഇന്ന് മുണ്ടക്കൈ ചൂരൽമല. ദുരന്തമുണ്ടായ ഉടനെ രക്ഷാപ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കാനും ഏകോപിപ്പിക്കാനും നമുക്ക് സാധിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും കൈകോർത്തു നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നാടിൻ്റെ ഐക്യത്തിനും ഇച്ഛാശക്തിക്കും അടിവരയിടുന്നതായിരുന്നു. ഉറ്റവരും ജീവിതവും നഷ്ടപ്പെട്ട ദുരന്തഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ചേർത്തുപിടിച്ച സർക്കാർ ഒട്ടും സമയം നഷ്ടപ്പെടാതെ അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രത്യേകം സജ്ജീകരിച്ച ക്യാമ്പുകളിൽ മാനസിക പിന്തുണ ഉറപ്പുവരുത്താനുൾപ്പെടെയുള്ള എല്ലാ ആവശ്യ സൗകര്യങ്ങളും ഒരുക്കി. ക്യാമ്പുകളിൽ കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ പ്രത്യേക നടപടി കൈക്കൊണ്ടു. അധ്യാപകരുടെ സഹായത്തോടെ ക്യാമ്പുകളിൽ തന്നെ അവർക്ക് തുടർ പഠനത്തിനുള്ള വഴിയൊരുക്കി. പഴുതുകളടച്ച ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ക്യാബിനറ്റ് സബ് കമ്മിറ്റി 2 മാസത്തോളം വയനാട് നിലയുറപ്പിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഓരോ കാര്യത്തിലും സർക്കാരിൻ്റെ നിതാന്ത ശ്രദ്ധ ഉറപ്പാക്കി. ദുരന്തമുണ്ടായി 1 മാസത്തിനകം താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം അക്ഷരം പ്രതി പാലിച്ച സർക്കാർ ആഗസ്റ്റ് 24-നകം ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ ആളുകളെയും പുനരധിവാസ സ്ഥലങ്ങളിലേക്ക് മാറ്റി. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, അവരവരുടെ താൽപ്പര്യപ്രകാരം ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും വാടക വീട് എന്ന് കണക്കുകൂട്ടി മാസം 6000 രൂപ വീതം ഈ ജൂലൈ വരെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി വരികയാണ്. പുനരധിവാസം സ്ഥിരമാകുന്നതുവരെ ഈ സഹായം തുടരും. വീട്ടുവാടക ഇനത്തിൽ 2025 മെയ് വരെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 3,98,10,200 രൂപ ചെലവഴിച്ചു. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ഗുരുതരമായി പരിക്കേറ്റവർക്ക് SDRF-ൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ 50,000 വീതവും 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ വീതവും 60 മുതൽ 80%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ വീതവും അനുവദിച്ചു. ദുരന്തബാധിതരുടെ തുടർ ചികിത്സയുടെ ചെലവും സർക്കാർ വഹിക്കുന്നുണ്ട്. മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ ആവശ്യമായ കൗൺസിലിംഗ് സംവിധാനവും ഒരുക്കി. വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ദുരന്തബാധിതരെയും കണ്ട് കൗൺസിലിംഗ് സേവനങ്ങൾ ആവശ്യമെങ്കിൽ നൽകാൻ നടപടി സ്വീകരിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ വ്യക്തിക്ക് ദിവസം 300 രൂപ വീതം സഹായധനം അനുവദിച്ചു. പ്രതിമാസം 9,000 രൂപ 6 മാസത്തേക്കാണ് അനുവദിച്ചത്. ഇത് പിന്നീട് 9 മാസത്തേക്ക് ദീർഘിപ്പിച്ചു. ഇതിനായി 9,07,20,000 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആനുകൂല്യം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്ക് ഉറപ്പാക്കി. നഷ്ടപ്പെട്ട റേഷൻ കാർഡ് മുതൽ പാസ്പോർട്ട് വരെയുള്ള മുഴുവൻ രേഖകളും തിരികെ ലഭിക്കാനുള്ള സഹായങ്ങൾ ആദ്യ ദിനങ്ങളിൽ തന്നെ നൽകാൻ ആരംഭിച്ചു. 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഓരോ മാസവും വിതരണം ചെയ്യുന്നുണ്ട്. ദുരന്തത്തിൽ പെട്ടുപോയ വെള്ളാർമല സ്കൂളിലെയും മുണ്ടക്കൈ സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ ആവശ്യമായ നടപടി വളരെ വേഗം സ്വീകരിച്ചു. ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ CSR സഹായത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേതൃത്വം നൽകി 2 കോടി ഉപയോഗിച്ച് മേപ്പാടി സ്കൂളിൽ സൗകര്യങ്ങൾ സജ്ജമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഫണ്ടിൽ 4 ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടം കൂടി ആഗസ്റ്റ് പകുതിയോടെ ആരംഭിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. യുണിസെഫിൻ്റെ സഹായത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് അച്ഛനമ്മമാർ 2 പേരും നഷ്ടപ്പെട്ട 7 കുട്ടികൾക്ക് 10 ലക്ഷം രൂപ വീതവും ഒരാൾ നഷ്ടപ്പെട്ട 17 കുട്ടികൾക്ക് 5 ലക്ഷം വീതവും വിതരണം ചെയ്തു. PM വാത്സല്യ പദ്ധതി പ്രകാരം 18 മുതൽ 21 വയസ്സുവരെയുള്ളവർക്ക് പ്രതിമാസം 4,000 രൂപ വീതം നൽകാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. CSR ഫണ്ടുകളിലൂടെ 3 ലക്ഷം രൂപ 24 കുട്ടികൾക്കും വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചു. ഉപജീവന സഹായം, വാടക,
ചികിത്സാ സഹായം, വിദ്യാഭ്യാസം, സമഗ്രമായ പുനരധിവാസം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും അതിജീവിതർക്ക് കരുത്തേകി സർക്കാർ ഒപ്പമുണ്ട്. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്നും അത്യുജ്വലമായി തിരികെ വന്ന അതിജീവിതർക്കും അത് സാധ്യമാക്കാനായി അക്ഷീണം പ്രയത്നിച്ചവർക്കും അഭിവാദ്യം നേരുന്നു. പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം.